പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി 2025 മെയ് മാസത്തിൽ ഇന്ത്യൻ വ്യോമസേന 4 ദിവസത്തെ വ്യോമാക്രമണമായ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതിനു ശേഷം ആധുനിക വ്യോമയുദ്ധത്തിലെ ഒരു നാഴികക്കല്ലായി ഓപ്പറേഷൻ വാഴ്ത്തപ്പെട്ടിരുന്നു. ഈ പ്രവർത്തനത്തിന്റെ കേന്ദ്രബിന്ദുവായി ഇപ്പോൾ അറിയപ്പെടുന്നത് ഇന്ത്യൻ റഫാൽ യുദ്ധവിമാനങ്ങളുമായി സംയോജിപ്പിച്ചിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ടൗഡ് ഡീകോയ് സിസ്റ്റമായ എക്സ്ഗാർഡിന്റെ വിന്യാസമായിരുന്നു. റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ് വികസിപ്പിച്ചെടുത്ത ഈ സാങ്കേതിക വിദ്യ പാകിസ്ഥാൻ വ്യോമഭീഷണികളെ നിർവീര്യമാക്കുന്നതിലൊരു നിർണായക പങ്ക് വഹിക്കുകയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിയന്ത്രിത ഇലക്ട്രോണിക് യുദ്ധത്തിന്റെ പരിവർത്തന സാധ്യതകൾ പ്രദർശിപ്പിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂരിനിടെ റഫാൽ യുദ്ധവിമാനത്തെ വീഴ്ത്തിയെന്ന് പാകിസ്ഥാനെ വിശ്വസിപ്പിച്ച് ഇന്ത്യ കബളിപ്പിച്ചത് ഇതേ എക്സ്ഗാർഡിന്റെ വിന്യാസം വഴിയായിരുന്നു. ഒരു റഫാൽ യുദ്ധവിമാനത്തെ പോലും പാകിസ്ഥാന് വെടിവെച്ച് വീഴ്ത്താൻ കഴിഞ്ഞില്ലെന്ന് ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറി RK സിംഗ് ഒരു അഭിമുഖത്തിൽ സ്ഥിരീകരിച്ചിരുന്നു. അതേസമയം ഓപ്പറേഷനിൽ ഫ്രഞ്ച് നിർമ്മിത റഫാൽ ജെറ്റുകളുടെ പ്രകടനത്തെക്കുറിച്ച് ചൈന തങ്ങളുടെ എംബസികൾ വഴി തെറ്റായ അവകാശവാദങ്ങൾ പ്രദർശിപ്പിക്കുന്നതായി സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. റഫാൽ യുദ്ധവിമാനത്തിന് അദൃശ്യമായ ഒരു അംഗരക്ഷകനെ പോലെ പ്രവർത്തിക്കുന്ന ഒതുക്കമുള്ളതും എന്നാൽ ശക്തവുമായ ഒരു ഉപകരണമാണ് എക്സ്ഗാർഡ് എന്ന് വിളിക്കപ്പെടുന്ന ടൗഡ് ഡെക്കോയ് സിസ്റ്റം. റഡാർ ഗൈഡഡ് മിസൈലുകളിൽ നിന്നും വിമാനത്തെ സംരക്ഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ സിസ്റ്റം ജെറ്റിന്റെ ഇലക്ട്രോണിക് യുദ്ധ സംവിധാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. റഡാർ ഗൈഡഡ് മിസൈലുകൾ ശത്രു വിമാനങ്ങളിൽ നിന്നും ബഹിർഗമിക്കുന്ന റഡാർ സിഗ്നലുകൾ അയച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും മിസൈൽ പ്രതിഫലനം കണ്ടെത്തിക്കഴിഞ്ഞാൽ ഇരുട്ടിൽ പ്രാണികളെ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു വവ്വാലിനെ പോലെ ഇത് സിഗ്നലുകളെ ലോക്ക് ചെയ്യുകയും പിന്തുടരുകയും ചെയ്യുന്നു. ഇത്തരം മിസൈലുകളെ നയിക്കുന്ന ഏറ്റവും നൂതനമായ റഡാർ സംവിധാനങ്ങളെ പോലും കബളിപ്പിക്കാൻ എക്സ്ഗാർഡിന് കഴിയുമെന്നതാണ് ഇവയെ അപകടകാരിയാക്കി മാറ്റുന്നത്. മോണോപൾസ് റഡാറുകളെയും ലോറോ അഥവാ ലോ ബോൺ റിസീവ് ഒള്ളി റഡാറുകളെയും ഇതിന് കബളിപ്പിക്കാൻ കഴിയും. മോണോപൾസ് റഡാർ എന്നത് വളരെ കൃത്യതയുള്ള ഒരു റഡാർ സംവിധാനമായതിനാൽ ഇത് വിമാനത്തിന്റെ സ്ഥാനവും വേഗതയും വേഗത്തിൽ കണ്ടെത്താൻ കഴിയും. ഇതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് കണക്കാക്കപ്പെടുന്നുവെങ്കിലും ഇസ്രായേൽ വികസിപ്പിച്ചെടുത്ത എക്സ്ഗാർഡിന് ഇവയെ കൃത്യമായി കബളിപ്പിക്കാൻ കഴിയും. മറുവശത്ത് ലോറോ റഡാർ പ്രധാനമായും ഒരു ലിസണിംഗ് മോഡിലാണ് പ്രവർത്തിക്കുന്നത് എന്നതിനാൽ ഇതിന് അധികം സിഗ്നലുകൾ അയക്കാതെ തന്നെ വിമാനങ്ങളെ നിശബ്ദമായി ട്രാക്ക് ചെയ്യാൻ കഴിയും. ഇത്രയും സ്റ്റെൽത്തിയായ ലോറോ റഡാറിന്റെ സിഗ്നലുകളെ പോലും എക്സ്ഗാർഡിന് അതിമനോഹരമായി കബളിപ്പിക്കാൻ കഴിയുമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റത്തിന്റെ അഭിപ്രായത്തിൽ എക്സ്ഗാർഡ് ആധുനികവും ഭാരം കുറഞ്ഞതും വീണ്ടും ഉപയോഗിക്കാവുന്നതുമാണ്. ഇതൊരു പോഡിൽ അതായത് ജെറ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു പ്രത്യേക കണ്ടെയ്നറിൽ സ്ഥാപിച്ചിരിക്കുന്നതിനാൽ ഒരു റീൽ ഔട്ട് റീൽ ഇൻ സംവിധാനം ഉപയോഗിച്ച് ഇവയെ വിന്യസിക്കാനും പിൻവലിക്കാനും കഴിയും. വിമാനം ഒരു ഭീഷണി മേഖലയിലായിരിക്കുമ്പോൾ പൈലറ്റ് ഇത് സജീവമാക്കുകയും ഇവ കൃത്യമായി ശത്രു സംവിധാനങ്ങളെ കബളിപ്പിക്കുകയും ചെയ്യുന്നു. 30 കിലോഗ്രാം ഭാരമുള്ള ഒരു ഒതുക്കമുള്ള ഉപകരണമായ എക്സ്ഗാർഡ് 100 മീറ്റർ നീളമുള്ള ഫൈബർ ഒപ്റ്റിക് കേബിളിന്റെ സഹായത്തോടെ വിമാനത്തിന് പിന്നിൽ സഞ്ചരിക്കുന്നു. ഒരു യഥാർത്ഥ റഫാൽ ജെറ്റിന്റെ റഡാർ സിഗ്നേച്ചറും ഡോപ്ലർ ഇഫക്റ്റും അനുകരിക്കുന്ന ശക്തമായ 500 വാട്ട് 360 ഡിഗ്രി ജാമിംഗ് സിഗ്നൽ പുറപ്പെടുവിക്കുന്നതിനായാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതിനാൽ തന്നെ വിമാനത്തിന്റെ റഡാർ സിഗ്നലുകളും ചലന സവിശേഷതകളും പകർത്തുന്നതിലൂടെ ശത്രു റഡാറുകൾക്കും മിസൈലുകൾക്കുമായി ബോധ്യപ്പെടുത്തുന്ന ഒരു വ്യാജ ലക്ഷ്യം സൃഷ്ടിക്കാൻ എക്സ്ഗാർഡിന് കഴിയുന്നു. ഇത് എതിരാളികൾക്ക് യഥാർത്ഥ ജെറ്റും വ്യാജ ലക്ഷ്യവും തമ്മിൽ വേർതിരിക്കാൻ വളരെ പ്രയാസകരമാക്കി മാറ്റുന്നു. എക്സ്ഗാർഡിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അൽഗോരിതങ്ങൾ ഒരു തന്ത്രപരമായ യുദ്ധവിമാനത്തിന്റെ സങ്കീർണമായ റഡാർ റിട്ടേണുകൾ അനുകരിച്ചുകൊണ്ട് അതിന്റെ സ്ഥാനം ഒരു തത്സമയ മാനേവറബിൾ ഫൈറ്റർ ജെറ്റായി ക്രമീകരിക്കുന്നു. ഇത് ശത്രു മിസൈൽ തിരയുന്നവരെ ആശയക്കുഴപ്പത്തിലാക്കുക മാത്രമല്ല, പാകിസ്ഥാന്റെ ജേട്ടൻസി യുദ്ധവിമാനത്തിലെ KLJ-7A AES റഡാർ, ചൈനീസ് നിർമ്മിത PL-15E എയർ ടു എയർ മിസൈലുകളിലെ സീക്കർ തുടങ്ങിയ നൂതന റഡാർ സംവിധാനങ്ങളെയും കൃത്യമായി കബളിപ്പിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ച എക്സ്ഗാർഡ് പുറപ്പെടുവിക്കുന്ന ശക്തമായ 360 ഡിഗ്രി ജാമിംഗ് സിഗ്നൽ എന്നാൽ ശക്തമായ റേഡിയോ തരംഗം പോലെയുള്ള ഒരു അദൃശ്യമായ സിഗ്നലിനെ സൂചിപ്പിക്കുന്നു. ഒരു ലൈറ്റ് ബൾബ് ഒരു ദിശയിൽ മാത്രമല്ല എല്ലാ ദിശകളിലേക്കും പ്രകാശം പരത്തുന്നത് പോലെ ഈ സിഗ്നൽ വിമാനത്തിന് ചുറ്റും എല്ലാ ദിശകളിലേക്കും വ്യാപിക്കുന്നു. ശത്രുവിന്റെ റഡാറിനെ ജാം ചെയ്യുന്നതിനോ തടയുന്നതിനോ ആണ് ഈ സിഗ്നൽ ഉപയോഗിക്കുന്നത് എന്നതിനാൽ ശത്രു സംവിധാനങ്ങൾക്ക് യഥാർത്ഥ ജെറ്റിനെ കണ്ടെത്താനോ ട്രാക്ക് ചെയ്യാനോ കഴിയില്ല. ഈ ജാമിംഗ് സിഗ്നലുകളുടെ 500 വാട്ട്സ് പവറാണ് ഈ ജാമിംഗ് സിഗ്നൽ എത്രത്തോളം ശക്തമാണെന്ന് കാണിക്കുന്നത്. ഈ ഹൈ പവർ കാരണം ശത്രു റഡാർ സംവിധാനങ്ങളെ നല്ല ദൂരത്തിൽ നിന്ന് തടസ്സപ്പെടുത്താനോ ആശയക്കുഴപ്പത്തിലാക്കാനോ തക്ക ശക്തി എക്സ്ഗാർഡുകൾക്കുണ്ട് എന്നതിനാൽ ഈ സിസ്റ്റം അതീവ അപകടകാരിയായി മാറുന്നു. എക്സ്ഗാർഡ് ഒരു ലളിതമായ യന്ത്രമല്ല എന്ന് മാത്രമല്ല, ഇവയ്ക്ക് ചില മികച്ച കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയറുമുണ്ട്. അതായത് ജെറ്റിനെ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന റഡാർ ഏതാണെന്ന് മനസ്സിലാക്കുക, ആ റഡാറിനെ തടയാനോ തെറ്റിദ്ധരിപ്പിക്കാനോ ഉള്ള ഏറ്റവും നല്ല മാർഗം തീരുമാനിക്കുക, ശത്രു റഡാർ യഥാർത്ഥത്തിൽ ഡെക്കോയിൽ ലോക്ക് ചെയ്യുമ്പോൾ അത് യഥാർത്ഥ ജെറ്റിലേക്ക് ലോക്ക് ചെയ്യുന്നുവെന്ന് കരുതുന്ന തരത്തിൽ അതിന്റെ സിഗ്നലുകൾ തത്സമയം ക്രമീകരിക്കുക എന്നിങ്ങനെ പല കാര്യങ്ങളും നിമിഷ നേരങ്ങൾക്കുള്ളിൽ എക്സ്ഗാർഡിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ കൃത്യമായി ചെയ്യുന്നു.
ഇതിനെ പ്രത്യേകിച്ച് ബുദ്ധിപരമാക്കുന്നത് ഇത് ക്രമരഹിതമായ സിഗ്നലുകൾ പുറത്തുവിടുക മാത്രമല്ല, ഡോപ്ലർ ഇഫക്റ്റ് ഉൾപ്പെടെയുള്ള ഒരു യഥാർത്ഥ റഫാൽ ജെറ്റിന്റെ കൃത്യമായ റഡാർ സിഗ്നേച്ചറിനെ അനുകരിക്കുകയും ചെയ്യുന്നു എന്നതാണ്. ഇന്ത്യ എക്സ്ഗാർഡ് ഉപയോഗിച്ചത് ലോകത്തിലെ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച കബളിപ്പിക്കലും സ്പൂഫിംഗുമായിരുന്നുവെന്ന് മുൻ അമേരിക്കൻ വ്യോമസേന പൈലറ്റായ റയാൻ ബോഡൻഹൈമർ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. എക്സ്ഗാർഡ് പോലെയുള്ള ഒരു ഉപകരണം യഥാർത്ഥ ജെറ്റാണെന്ന് നടിച്ച് യഥാർത്ഥ യുദ്ധവിമാനത്തിന്റെ സിഗ്നലുകൾ പോലെ തോന്നിക്കുന്ന വ്യാജ സിഗ്നലുകൾ അയക്കുന്നതിനെയാണ് സ്പൂഫിംഗ് എന്ന് പറയുന്നത്. ഇത് ശത്രു റഡാറുകളെയും മിസൈലുകളെയും ആശയക്കുഴപ്പത്തിലാക്കുകയും ഇത് യഥാർത്ഥ ലക്ഷ്യത്തിന് പകരം മറ്റൊരു സിസ്റ്റത്തിലേക്ക് ലോക്ക് ചെയ്യാൻ കാരണമാക്കുകയും ചെയ്യുന്നു. റഡാർ മാർഗനിർദ്ദേശത്തെ വളരെയധികം ആശ്രയിക്കുന്ന പാകിസ്ഥാന്റെ ചൈനീസ് നിർമ്മിത ജെ-10C യുദ്ധവിമാനങ്ങളെയും PL-15E എയർ ടു എയർ മിസൈലുകളെയും ഈ തന്ത്രം വഴി ഇന്ത്യയുടെ റഫാൽ ജെറ്റുകൾ വളരെ എളുപ്പത്തിൽ മറികടന്നു എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. അതായത് പാകിസ്ഥാന്റെ ജെ-10C യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിച്ചിരുന്ന KLJ-7A ASA റഡാറുകൾ പോലും എക്സ്ഗാർഡിനെ ഒരു യഥാർത്ഥ റഫാലായി തെറ്റിദ്ധരിച്ചുവെന്നും ഈ ഓപ്പറേഷന് ഇലക്ട്രോണിക് യുദ്ധ നിയമങ്ങൾ പുനർനിർവചിക്കാൻ കഴിയുമെന്നും ബോഡൻഹൈമർ അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ റഫാലുകളെ വെടിവെച്ചിട്ടുവെന്ന പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾ തെറ്റാണെന്നും അവരുടെ മിസൈലുകൾ യഥാർത്ഥത്തിൽ ഈ എക്സ്ഗാർഡ് ഡെക്കോയികളിൽ പതിച്ചിരിക്കാൻ സാധ്യതയുണ്ട് എന്നും ജെയിൻസ് ഡിഫൻസ് വീക്കിലി റിപ്പോർട്ട് ചെയ്യുന്നു. വ്യോമ ആധിപത്യത്തിന്റെ ഭാവി പൂർണ്ണമായ ഫയർ പവറിനേക്കാൾ ഇലക്ട്രോണിക് യുദ്ധത്തെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിയന്ത്രിത പ്രതിരോധ നടപടികളെയും ആശ്രയിച്ചിരിക്കുമെന്ന് ഓപ്പറേഷൻ സിന്ദൂർ തെളിയിച്ചു. എക്സ്ഗാർഡ് പോലെയുള്ള നൂതനമായ ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിയന്ത്രണമോ ഫലപ്രാപ്തിയോ നഷ്ടപ്പെടുത്താതെ ശത്രു സംവിധാനങ്ങൾക്കെതിരായ ജെറ്റുകളുടെ ദൃശ്യപരത ഇന്ത്യൻ വ്യോമസേന കൃത്യമായി കുറച്ചു. ആധുനിക സംഘർഷങ്ങളിൽ സമർത്ഥവും അഡാപ്റ്റീവ് സാങ്കേതിക വിദ്യയും എങ്ങനെ സന്തുലിതാവസ്ഥ മാറ്റുമെന്ന് ഈ പ്രവർത്തനങ്ങൾ തെളിയിക്കുകയും ഇത് വ്യോമ പോരാട്ടത്തിന്റെ പരിണാമത്തിൽ ഒരു പുതിയ അധ്യായം അടയാളപ്പെടുത്തുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യ വെറും ഫയർ പവർ മാത്രമല്ല, ബുദ്ധിശക്തി, നൂതന കഴിവുകൾ, കൃത്യത എന്നിവ ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ തീവ്രവാദത്തിനെതിരെ മികച്ച രീതിയിൽ പ്രതികരിച്ചത്. ഈ ഓപ്പറേഷനിലുടനീളം എക്സ്ഗാർഡ് ഡെക്കോയ് സിസ്റ്റം ഒരു അദൃശ്യ വിങ്മാനെ പോലെ പ്രവർത്തിക്കുകയും ശത്രു മിസൈലുകളെയും റഡാറുകളെയും ആശയക്കുഴപ്പത്തിലാക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് യഥാർത്ഥ റഫാൽ ജെറ്റുകളെ സംരക്ഷിച്ചു. ബലപ്രയോഗം പരാജയപ്പെടുന്നിടത്ത് തലച്ചോറിന് എങ്ങനെ വിജയിക്കാനാകുമെന്ന് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂരിലെ പ്രവർത്തനം കാണിച്ചു തരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സ്മാർട്ട് ഡെക്കോയികൾ, ഇലക്ട്രോണിക് തന്ത്രങ്ങൾ എന്നിവ ഉപയോഗിച്ച് ആധുനിക യുദ്ധത്തിൽ ഇനി ആരാണ് ആദ്യം വെടിവെക്കുന്നത് എന്നതല്ല, മറിച്ച് ആരാണ് വേഗത്തിൽ ചിന്തിക്കുന്നത് എന്നതിനെക്കുറിച്ചാണെന്ന് ഇന്ത്യൻ വ്യോമസേന ലോകത്തിനു മുന്നിൽ തെളിയിച്ചു കൊടുത്തു.